സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു കൺസെപ്റ്റ് ഓഫ് ഫുഗാസിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതുപോലെ മറ്റൊരു കൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്, അതായത് കൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സൊല്യൂഷൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ്സ് മാത്രമല്ല, ഗേഷ്യസ് സൊല്യൂഷൻസ് ആയിക്കോട്ടെ, സോളിഡ് സൊല്യൂഷൻ ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് സൊല്യൂഷൻസ് ആയാലും അവരുടെ ചില പേർപ്പസുകൾ അല്ലെങ്കിൽ അവരുടെ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റീൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി എന്ന് പറയുന്നത് activity of a given substance in a given state is defined as the ratio of its fugacity F in that state to its fugacity in its standard state. Okay, അപ്പോൾ നമുക്കൊരു സബ്സ്റ്റൻസ് തന്നാൽ ആ സബ്സ്റ്റൻസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റിൽ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലായിരിക്കും. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് ആകാം, സോളിഡ് ആകാം, ഗേഷ്യസ് ആകാം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഒരു സബ്സ്റ്റൻസിനെ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഫ്യുഗാസിറ്റിയുടെയും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള അതിൻ്റെ ഫ്യുഗാസിറ്റി F0ൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളൊരു ഗ്യാസിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള അതിൻ്റെ ഫ്യുഗാസിറ്റി, അതായത് F0 എന്ന് പറയുന്നത് 1 bar ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതായത് ഈ F0 ആക്ടിവിറ്റി ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ F0 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ റിയൽ ഗ്യാസിൻ്റെ കേസിൽ F0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? A ഈക്വൽ ടു F എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു റിയൽ ഗ്യാസിൻ്റെ ആക്ടിവിറ്റീനെ നമുക്ക് ഇക്വേഷനായിട്ട് A ഈക്വൽ ടു ഗാമ P എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഗാമ എന്ന് പറയുന്നതും ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗാമ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? P എന്ന് പറയുന്ന ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? A/P എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതിനർത്ഥം എന്താണ്? അതായത് A/P എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് നമുക്ക് എങ്ങനെ പറയാം, ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ടിവിറ്റി ടു പ്രഷർ എന്ന് പറഞ്ഞൂടെ അല്ലേ. ആക്ടിവിറ്റിയുടെയും പ്രഷറിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഒരു പ്യുവർ ഗ്യാസിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? മ്യൂ ഈക്വൽ ടു μ0 പ്ലസ് RT ലോഗ് നമ്മൾ P എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഫ്യുഗാസിറ്റിയുടെ കേസ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? F എന്ന് പഠിച്ചു. ഇപ്പം നമ്മൾ കൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റിയുടെ ബേസിസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ആക്ടിവിറ്റീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം RT ലോഗ് A എന്ന് എഴുതാം. ഇതിൽ A എന്ന് പറയുന്നത് ആക്ടിവിറ്റിയാണ്, μ0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കെമിക്കൽ പൊട്ടൻഷ്യലാണ് അല്ലേ. ഇനി അതേ എക്സ്പ്രഷൻ തന്നെ നമുക്ക് ഒരു മിക്സ്ചർ ഓഫ് റിയൽ ഗ്യാസസ് അല്ലേ, ഒന്നിൽ കൂടുതൽ റിയൽ ഗ്യാസസിൻ്റെ ഒരു മിക്സ്ചർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ith കമ്പോണൻറ്റിൻ്റെ ബേസിസിൽ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? μI ഈക്വൽ ടു μI0 പ്ലസ് RT ലോഗ് AI എന്ന് എഴുതിക്കൂടെ. അപ്പോൾ AI എന്ന് പറയുന്നത് എന്താണ്? ith കമ്പോണൻറ്റ് ആക്ടിവിറ്റി ആയിരിക്കും. അതുപോലെ μI എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാൻഡേർഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ഒരു സിസ്റ്റത്തിലെ ഒരു പ്രോസസ്സ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അവിടെ നമ്മൾ എടുക്കുന്നത് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, 1 മോൾ സബ്സ്റ്റൻസ് ഉള്ള ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ആ എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്നും സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റിലായിരുന്നപ്പോൾ അതിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ μIയും സെക്കൻഡ് സ്റ്റേറ്റിലെത്തിയപ്പോൾ അതിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ μ2 ആണെങ്കിൽ നമുക്ക് ഇക്വേഷനെ എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റിന് ഒരു ഇക്വേഷൻ എഴുതണം, സെക്കൻഡ് സ്റ്റേറ്റിന് ഒരു ഇക്വേഷൻ എഴുതണം അല്ലേ. അതിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഗിബ്സ് എനർജി ചേഞ്ച് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ μI ഫസ്റ്റ് ചേഞ്ച്, അതായത് ഫസ്റ്റ് സ്റ്റേറ്റിലെ കെമിക്കൽ പൊട്ടൻഷ്യലാണ് μI എന്ന് പറയുന്നത്, സെക്കൻഡ് സ്റ്റേറ്റിലെ കെമിക്കൽ പൊട്ടൻഷ്യലാണ് μ2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് μ1 ഈക്വൽ ടു μ0 പ്ലസ് RT ലോഗ് A1 എന്ന് എഴുതാം. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റിലെ കെമിക്കൽ പൊട്ടൻഷ്യൽ μ2 ഈക്വൽ ടു μ0 പ്ലസ് RT ലോഗ് A2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ ചേഞ്ച് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ നിന്ന് അല്ലേ, സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷനെ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? μ0 ടേം ക്യാൻസലായി പോകും. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? μ2 മൈനസ് μ1 ഈക്വൽ ടു ഈ റൈറ്റ് സൈഡിൽ നമുക്ക് RT ലോഗ്
A2/A1 എന്ന് എഴുതാം അല്ലേ. അത് എങ്ങനെയാണ് വന്നത്? അതായത് ലോഗ് A1 മൈനസ് ലോഗ് A2 മൈനസ് ലോഗ് A1 എന്നാണ് വരുന്നത്. അത് നമുക്ക് ലോഗരിതം ടേമിലേക്ക് മാറ്റി കഴിയുമ്പം എന്താണ്? ലോഗ് A മൈനസ് ലോഗ് B എന്ന് പറയുന്നത് എന്താണ്? ലോഗ് A/B എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലോഗ് A2/A1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ജീന് ഈക്വൽ ആണ് അല്ലേ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്പ്രഷനെ എങ്ങനെ എഴുതാം? ഡെൽറ്റ മ്യൂവിന് പകരം ഡെൽറ്റ ജി എന്ന് വേണമെങ്കിലും എഴുതിക്കൂടെ? അപ്പോൾ എങ്ങനെ എഴുതാം? ഡെൽറ്റ ജി ഈക്വൽ ടു RT ലോഗ് A2/A1 എഴുതാം. ഓക്കെ, ഇത് നമ്മൾ 1 മോളിൻ്റെ കേസാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 1 മോൾ സബ്സ്റ്റൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ അതുകൊണ്ടാണ് ഫോർ 1 മോൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഐഡിയൽ ഗ്യാസിൻ്റെ ഒരു 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസിൻ്റെ കേസസിലാണെങ്കിൽ നമ്മളത് എങ്ങനെയായിരിക്കും എഴുതുന്നത്? ഡെൽറ്റ ജി ഈക്വൽ ടു RT ലോഗ് P2/P1 എന്നായിരിക്കും എഴുതുന്നത് അല്ലേ. നമ്മൾ പ്രഷറിൻ്റെ ടേമിലാണ് അതെപ്പോഴും എക്സ്പ്രസ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഈ രണ്ട് ഇക്വേഷൻസ് കാണുമ്പം എന്ത് സിമിലറായിട്ട് തോന്നുന്നേ? അതായത് ഈ പ്രഷറിൻ്റെ ഈ ടേംസിന് അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ടിവിറ്റി ടേംസ് റീപ്ലേസ് ചെയ്തു, അത്രയല്ലേ ഇവിടെ ചേഞ്ച് ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗ്യാസ് പ്രഷറിൻ്റെ ഒരു തെർമോഡൈനാമിക്കൽ കൗണ്ടർ പാർട്ടാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ദേ ആർ റിലേറ്റഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു n നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് എടുക്കുമ്പോഴത്തെ കാര്യം. അപ്പോൾ ഇനി n നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം? അവിടെ RT അല്ലേ, RT ലോഗ് ആയിരുന്നു, അവിടെ നമുക്ക് nRT ലോഗ് എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ഡെൽറ്റ ജി ഈക്വൽ ടു nRT ലോഗ് A2/A1 എന്ന് എഴുതാം. ഓക്കെ, സോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ജനറൽ കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഗ്യാസിൻ്റെ കേസിൽ മാത്രമല്ല ഏതൊരു സിസ്റ്റത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. സോ നമുക്കിത് ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗ്യാസ് തന്നെ കൺസിഡർ ചെയ്തത്, നമ്മൾ എടുത്ത ഗ്യാസ് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫിഗാസിറ്റിയും പ്രഷറും ഈക്വൽ ടു 1 ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. F0 ഈക്വൽ ടു P0 ഇസ് ഈക്വൽ ടു 1 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഒരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, ആക്ടിവിറ്റി ഈസ് ഈക്വൽ ടു F/F0 എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ എന്താകും? റിയൽ ഗ്യാസിൻ്റെ കേസിൽ A ഈക്വൽ ടു F എന്ന് കിട്ടും, കാരണം സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് 1 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? അതായത് A ഈക്വൽ ടു F/F0 ആയിരുന്നു അല്ലേ. ഇപ്പോൾ ഈ ഒരു ടേം 1 ആയിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും? A ഈക്വൽ ടു F എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരു ലിക്വിഡിൻ്റെ ഒരു പർട്ടിക്കുലർ ലിക്വിഡ് സിസ്റ്റമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓക്കെ ഒരു പർട്ടിക്കുലർ, അതും നമ്മൾ പ്രഷർ 1 ബാർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഈ ഒരു സ്റ്റേറ്റിൽ F ഈക്വൽ ടു F0 എന്ന് കിട്ടും. കാരണം എന്താണ്? അവിടെ ആക്ടിവിറ്റി 1 ആണ്. ഓക്കെ, കാരണം നമ്മൾ പ്രഷറിൻ്റെ വാല്യൂസിനെയല്ലേ ആക്ടിവിറ്റി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രഷറാണ് ഇവിടെ 1 ബാറായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്യുവർ ലിക്വിഡ് അറ്റ് 1 ബാർ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ പ്രഷർ 1 ബാർ ആകുമ്പോൾ ഇവിടെ നമുക്ക് എന്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആക്ടിവിറ്റിക്ക് പകരമായിട്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ F എന്ന് പറയുന്നത് എന്ത് കിട്ടും? F0 ആയിട്ട് കിട്ടും. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒരു ലിക്വിഡിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. ഇതേ ഒരു കണ്ടീഷൻ തന്നെയാണ് സോളിഡിൻ്റെ കേസിലും വരുന്നത്. ആക്ടിവിറ്റി ഓഫ് എ സോളിഡ് എന്ന് പറയുന്നതും യൂണിറ്റി തന്നെയാണ്. കാരണം നമ്മൾ 1 ബാർ പ്രഷറിൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് കിട്ടും? A ഈക്വൽ ടു 1 എന്നും F ഈക്വൽ ടു F0 എന്നും കിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ 3 കേസിലും എന്താണ്? ഇത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഏതൊരു സിസ്റ്റത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് അല്ലേ. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് കൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി ഇൻ ഇക്വിലിബ്രിയം സിസ്റ്റംസ് ആണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, അതായത് നമ്മളൊരു ഐഡിയൽ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഐഡിയൽ സിസ്റ്റം, അതായത് ഗ്യാസിൻ്റെ ഒരു ഐഡിയൽ സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഓരോ ഗ്യാസിൻ്റെ കമ്പോണൻറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പ്യുവർ നമ്പർ ആണെന്നും അതതിൻ്റെ പാർഷ്യൽ പ്രഷർ പാർഷ്യൽ റെപ്രസെൻ്റ് ചെയ്യുന്ന
ബാർസ് എന്ന് പറയുന്നത് പ്രഷറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അപ്പോൾ ബാർസിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന അതിൻ്റെ പാർഷ്യൽ പ്രഷറുമായിട്ട് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ ഒരു കൺസെപ്റ്റാണ് നമ്മൾ എവിടെ ഡീൽ ചെയ്യുന്നത്, അതായത് കെമിക്കൽ ഇക്വിലിബ്രിയം സ്റ്റഡി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഐഡിയൽ സൊല്യൂഷൻ്റെ കെമിക്കൽ ഇക്വിലിബ്രിയം ഡീൽ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ടിവിറ്റി അല്ലേ, ഒരു കമ്പോണൻറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു, അതിൻ്റെ ആ സിസ്റ്റത്തിൽ അതിൻ്റെ ഇഫക്റ്റീവ് കോൺസെൻട്രേഷനെ ആയിരുന്നു നമ്മൾ എന്തെന്ന് പറഞ്ഞിരുന്നത്, ആക്ടിവിറ്റി എന്ന് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അതായത് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനും അതിൻ്റെ ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള പ്രൊഡക്റ്റ് അല്ലേ. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, എ ഈക്വൽ ടു ഗാമ പി, അതേപോലെ തന്നെ ഗാമ ഈക്വൽ ടു എ ബൈ പി എന്ന് പറയുന്ന ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്റ്റൻസിൻ്റെയും ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റെയും പ്രൊഡക്റ്റാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ കോൺസെൻട്രേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഏതൊക്കെ ടേംസിലായിരുന്നു ഇതുവരെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒന്നുകിൽ നമ്മൾ മോൾ ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മോളർ കോൺസെൻട്രേഷൻ്റെ ബേസിസിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൊളാലിറ്റി. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു ടേമിലായിരിക്കും നമ്മൾ കോൺസെൻട്രേഷനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി അടുത്ത നമുക്ക് ആ സിസ്റ്റത്തിൽ നോക്കാനുള്ള എന്താണ്, ആ സൊല്യൂട്ടിൻ്റെ സ്റ്റേറ്റ്. ഓക്കെ, സൊല്യൂട്ടിൻ്റെ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയിരുന്നത്, അതായത് ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് യൂണിറ്റി ഇൻഫിനിറ്റ് ഡൈല്യൂഷനിൽ ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് യൂണിറ്റി ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണോ എന്നായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ, അതായത് നമ്മുടെ ഐഡിയൽ സിസ്റ്റത്തിൽ നമ്മൾ എടുക്കുന്ന ഗേഷ്യസ് എക്വിലിബ്രിയത്തിൻ്റെ ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഇനി കോൺസെൻട്രേഷൻ ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഓഫ് ദ സൊല്യൂട്ട് ആയിക്കോട്ടെ, അപ്പോൾ ഈ ഒരു എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതായത് ആ സൊല്യൂട്ടിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ അത് ഏതെങ്കിലും ഒരു ഫാക്ടറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഏതൊക്കെയാണ്, ഒന്നുകിൽ അത് മോൾ ഫ്രാക്ഷൻ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് മോളാർ കോൺസെൻട്രേഷൻ ഈക്വൽ ആയിരിക്കും, അതുമല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലുള്ള മൊളാലിറ്റിക്ക് ഈക്വൽ ആകും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആക്ടിവിറ്റിയുടെയും മൊളാലിറ്റിയുടെയും ഒരു റിലേഷൻഷിപ്പ് കിട്ടുമല്ലോ. ഈ റിലേഷൻഷിപ്പാണ് ശരിക്കും എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയാസ് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിലാണെങ്കിലും ആക്ടിവിറ്റി എപ്പോഴും എന്തായിരിക്കും, അത് ന്യൂമറിക്കലി ഇറ്റ് വിൽ ബി ഈക്വൽ ടു മൊളാലിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആക്ടിവിറ്റിയുടെ ഹെൽപ്പോടുകൂടി നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്.